പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: നാം എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന്. ആഗോള കത്തോലിക്ക സഭയുടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് കേരള സഭയിൽ നിന്ന് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ ഒക്ടോബർ 13 ഫ്രാൻസിസ് മാർപ്പാപ്പയാൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനത്തിന്റെ നിമിഷമാണ്. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയോടൊപ്പം ആഗോള സഭയിൽ, ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണെന്ന് തിരിച്ചറിഞ്ഞ് കടന്നുവന്ന കാർഡിനൽ ന്യൂമാനും, അതുപോലെ കമിലസ് സഹോദരിമാരുടെ സ്ഥാപകയായ മദർ ജിയൂസിപ്പിന്ന വന്നിനിയും, മാർഗരറ്റ് ബെയ്സും, 2 പ്രാവശ്യം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പേര് നോമിനേറ്റ് ചെയ്യപ്പെട്ട സിസ്റ്റർ ഡൂൾസ് ലോപ്പസ് എന്ന ബ്രസീലിയൻകാരി സിസ്റ്ററും വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തുകയാണ്. മലയാളി മണ്ണിനെ സംബന്ധിച്ച് അഭിമാനത്തിന്റെ ദിവസമാണ്. നമ്മളുടെ നാട്ടിൽ സഞ്ചരിക്കുകയും നമ്മളുടെ ഭക്ഷണം കഴിക്കുകയും നമ്മുടെ ഭാഷ സംസാരിക്കുകയും ചെയ്ത 4ാമത്തെ വിശുദ്ധയാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യ. ഇതിനു മുമ്പ് സഹനത്തിന്റെ മധ്യസ്ഥയായി വിശുദ്ധ അൽഫോൻസാമയും, പ്രാർത്ഥനയുടെ അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ എവ്പ്രാസാമിയെയും, നവോത്ഥാനത്തിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവായ വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛനുമൊക്കെ മറിയം ത്രേസ്യയ്ക്ക് മുമ്പിൽ വിശുദ്ധരുടെ ഗണത്തിൽ ആഗോള സഭയിൽ മകുടം ചൂടിയ വ്യക്തികളാണ്. മറിയം ത്രേസ്യ അറിയപ്പെടുക കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്ന പേരിലാണ്. കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടാൻ കാരണം മറിയം ത്രേസ്യയുടെ കാലത്ത് കുടുംബ ബന്ധങ്ങള് ശിഥിലമായിരുന്ന ഒരു കാലഘട്ടം, അന്ധവിശ്വാസങ്ങള് വർദ്ധിച്ചിരുന്ന കാലഘട്ടം, മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ഒക്കെ ശീലങ്ങളിലൂടെ പല കുടുംബങ്ങളും സമാധാനമില്ലാതെ അസ്വസ്ഥതയിൽ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് കുടുംബങ്ങൾ കയറിയിറങ്ങി ഭവന സന്ദർശനത്തിലൂടെ വ്യക്തികളെ വ്യക്തിപരമായി കണ്ടുമുട്ടി മറിയം ത്രേസ്യ പല കുടുംബങ്ങളെയും ക്രിസ്തുവിലേക്കും സമാധാനത്തിലേക്കും കൊണ്ടെത്തിച്ചത്. അങ്ങനെ കുടുംബങ്ങളുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ മറിയം ത്രേസ്യ മാറുകയാണ്. ഈ വലിയ സന്തോഷത്തിന്റെ, ദൈവാനുഗ്രഹത്തിന്റെ പുണ്യമുഹൂർത്തത്തിൽ നമ്മളായിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ കുടുംബ മധ്യസ്ഥയുടെ മുമ്പിൽ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഓരോ കുടുംബവും ഓരോ സ്വർഗമാണ് എന്ന് പ്രഖ്യാപിച്ച ചാവറ പിതാവിന്റെ വാക്കുകൾ പ്രായോഗികതയിൽ എത്തിക്കുന്നതിന് ഒത്തിരിയേറെ പ്രയത്നിച്ച വിശുദ്ധയാണ് മറിയം ത്രേസ്യ പുണ്യവതി. നമ്മുടെ കുടുംബങ്ങളെ ഈ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥത്തിന് നമുക്ക് സമർപ്പിക്കാം. സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ആകാശ മോക്ഷത്തിന് തുല്യമായ കുടുംബങ്ങളാക്കി നമുക്ക് മാറ്റാം. അതിനുള്ള മാധ്യസ്ഥം ഈ പുണ്യദിനത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യ പുണ്യവതിയോട് നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. ഇന്ന് സാന്തോം ഖുളിമാവ് ഇടവകയുടെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തില് ചെറിയ ഒരു വീഡിയോ ക്ലിപ്പ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇടവകയിലെ തന്നെ കുട്ടികള് വിശുദ്ധ മറിയം ത്രേസ്യയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും CML അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും എല്ലാ പ്രാർത്ഥന ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. Puthanchira, a very ancient parish of the Archdiocese of Thrissur in Kerala, God's own country, situated at the southern end of India, had the fortune to be the birthplace of Mother Mariam Thresia. Today, Puthanchira is in the Diocese of Irnalakuda. Chiramal Mangadian was a traditional family in the village of Puthanchira. Thresia was born as the 3rd child of Thommen and Tanda in Mangadian family in Puthanchira on 26th April 1876. Thresia was an obedient, humble and cheerful child. Her loving and amiable nature made her favorite of all. At an early age,
Theresia grew in prayer and piety under the guidance of her mother. Her mother cleared all her doubts and gave her the right answers to all her doubts. She fervently prayed to grasp the mysteries of the Holy Trinity. Theresia was very good in studies and she won the heart of her teacher and all her companions. Theresia rendered constant help to the weak students. There were many who had no adequate food under the prevailing social situation. She always shared whatever she had with others. She was very enthusiastic to help the poor and the miserable. She always had the freedom with Mother Mary, just as she had the same freedom with her own mother. Theresia had written in an autobiography that Virgin Mother Mary had come to her in her dreams to teach her the Rosary. She desired very much to make her confession and receive the Holy Communion. She prepared herself for it without anybody's knowledge. But a child had to be 12 years old in order to make a confession and receive the Holy Communion in those days. The parish priest realized her exceptional self-confidence and intense love for God and made her confession at the age of 6, going beyond the church status. She received her Holy Communion at the age of 10 at the chapel of monastery at Ambricada near Puttenchira. Theresia, who burnt with the love of God, became 12, which was a marriageable age for girls at those times. But Jesus was the only spouse in her heart. She renounced all the pleasures of the world for the sake of her spouse. She took upon herself a share in the sufferings of her spouse, Jesus on the cross. She knelt on the gravel and slept on the thistles and stones. Her mother became bedridden. The death of her mother shattered her. From then on, she accepted Blessed Virgin Mother as her own mother. In the absence of her mother, the burden of her orphaned family fell on her shoulders. The responsibility that Theresia had to take up was beyond her capacity. She found solace in the presence of her spouse Jesus and shared her sorrows with him. Years passed. Theresia, mind immersed in God and remaining single, became a talk in her house and in her village. Her heart burned. Her heart burned with God's love, zealous enough to be consumed in the fire of divine love. To merge with Jesus, she desired to be all alone in wilderness, away from everyone. But her 3 companions, with Sister Itianum, forcefully brought her home. Her thirst for prayer and solitude grew intensely day by day. It became certain that the conditions at home were not favorable for the life of solitude. The poor financial status of her family was not conducive for her to join a convent either. Theresia thirsted for the love of God. God answered Theresia's prayers for a spiritual director to guide her in her helpless condition. She chose Father Vidayathil as her spiritual director. The reverend priest, having come to know from Theresia about her divine inspirations and visions, was inspired by the Holy Spirit, agreed to be her spiritual director. Jesus gave Theresia a share of her sufferings on the Holy Cross by giving 5 wounds on her body. Her people at home, being perplexed by this, called for a village doctor. He examined her but could not find any sign of physical illness. The family informed Father Joseph Vidayathil the experiences of Theresia. While Father Joseph was talking to Theresia, Blessed Virgin Mother Mary appeared and revealed to him of the will of God for Theresia and said, Theresia would have to undergo many tests and temptations. Blessed Virgin Mother asked to him to pray for Theresia. The following days were of continuous diabolic tests and tribulations for Theresia.
Father Joseph informed Bishop John Menachery, the Vicar Apostolic of Thrissur, all about the diabolic trials and divine interventions. The bishop, awestruck, listened to the extraordinary divine interventions. He took every decision concerning Theresia only after many tests and observations. Theresia, having received the divine call, could not be confined to her home. Her own personal suffering could not deter her from the works of charity. Directed by the Blessed Virgin Mother, Theresia visited the families of her parish and all around Puthanjira. Her presence to epidemic affected the people, helped many to have a peaceful death. Hence, she prayed for the souls in purgatory. Many instances have been recorded of souls in purgatory appearing to Theresia and pledging for prayer. She performed penance for the souls in purgatory. There were many times when she spent whole nights praying for those in purgatory and for the conversion of sinners. As per the order of Bishop John Menachery, Father Joseph admitted her in the Carmelite order, giving her a veil and a scapular. Theresia and her friends continued the family apostolate. They became a refugee to the downtrodden and the marginalized of Puthanjira. Theresia, who remained in meditation for hours before the crucifix in her small room, was awe-inspiring to her people and neighbors. To her people and neighbors. 10th February 1906. The time Theresia was immersed in meditation. Theresia was eager to share the sufferings of Jesus. She asked for his cross and bore it on her shoulder. Jesus! Oh my Jesus! No one could comprehend the things that happened within Theresia. In January 1909, smallpox spread across the state. Hundreds of people died. There was no vaccination. Epidemic spread murderously. There was no one to look after the infected people. They tried to bury the people alive. Theresia did not stay back in fear. She moved up and down, nursing and consoling, readying the dying for a peaceful death. People fearing smallpox as a curse sought refuge in her prayers. Mariam Theresia prayed to God to save her village from this dreaded disaster. Gradually, smallpox disappeared. This event doubled the confidence of the people of Puthanjira in Mariam Theresia. The feeling that this disaster was a result of their sins became strong among the people. Her presence was a great blessing for them. She met the bishop and expressed her intense desire to join the convent. Being convinced by her desire to join the convent, he ordered her to join the Carmelite convent at Ollur, to stay there for a few days and to discern the will regarding her. The sisters at the convent were very much impressed by Maria Theresia's life, prayer and penance. They expressed their readiness to accept her in their convent. As Theresia went to Ullu, the people of Puthanjira felt her absence as a great loss. The parishioners together requested strongly to Father Joseph to bring Theresia from Ullu. With the permission of the bishop, Theresia came back from Ullu. According to the decision of Bishop Menachery, Father Joseph and parishioners came forward to build the Ekanta Bhavan, a house of solitude for Maria Theresia to pray. The parishioners themselves donated money and land for the same. Thus, the construction of the Ekanta Bhavan, a long cherished dream of Maria Theresia, was fulfilled quickly.
The decision of her three companions to live with Thracia at Ekanta Bhavan made her happy. Bishop Menashere sent Father John Uken to Puttinchira to bless the Ekanta Bhavan. The events that took place at Ekanta Bhavan thereafter were quite dramatic. To the surprise of Thracia and her companions, Bishop Menashere himself visited the Ekanta Bhavan on 13th May 1914. Seeing the presence of the poor and the destitute at Ekanta Bhavan, Bishop asked, Thracia, who are these people? They are the poor people around here. We care for them in whatever way we can. I am greatly pleased. Father Videtil, my mind tells me that the Ekanta Bhavan of Thracia must be converted to an ashram. What do you say, Father? As you please, your lordship. From what I have known about Thracia, I feel it should be in the name of the Holy Family. The Congregation of the Holy Family was founded on the 14th May 1914 in Kerala, India. On the same The Congregation of the Holy Family was founded on 14th May 1914 in Kerala. On the same day, Thracia received the religious habit and received the name Mariam Thracia, officially from Bishop Menashere, and she professed her perpetual vows. Her three companions also received veil and religious name. Parishioners and her family members participated in the ceremony with great awe and wonder. Attracted by the sanctity and family apostolate of Mother Mariam Thracia, many young girls came to join the congregation. Mother Mariam Theresa experienced stigmata on all Fridays. Thus, she shared a portion of the suffering of Jesus on the cross. During this unique experience, she used to get wounds on her palms, feet, head and chest, with blood oozing out of the wounds. She experienced levitation and crucifixion. Many have recorded having witnessed Mother Mariam Theresa's experience of stigmata. This identification with crucified Jesus made her dynamic. Many educated young girls joined the congregation and continued family apostolate. As child marriage was a common factor in those days, education had been denied for girls. In contradiction to this, Mother Mariam Theresa started school for girls at Puttinchira, pioneering a social revolution for liberating women. Mother Mariam Thracia reached the families of the alcoholics, imparted consolation by the power of her presence and prayer. Her closeness and sacrificial prayers helped many to deepen their faith. She took up the mission of building up her families and preparing them for the Lord. It was a time where people considered religious sisters were not meant to take up service outside their convent. It was believed to be below the dignity and standards of religious life. Mother Mariam Thracia, scattering all these existing conventions and beliefs, went from house to house, and the real sense of the word, she washed and kissed the feet of the sick and the destitute. She was trying to save souls by the renewal of families. The disaster of the First World War, there was utter poverty and lack of food and clothes. Contagious diseases spread. Mother Mariam Theresa was there with food wherever there was starvation. Many came forward with a helping hand. Mother Mariam Theresa's compassionate action of taking the orphan child of Chiro into her care was the fulfillment of the words of Jesus. I was a stranger, you received me. She named this child Bridget and brought her up
at the Holy Family Convent at Kurikattusheri. She educated her and married her off. Regardless of caste and creed, she took care of the poor and the downtrodden. Such charitable acts opened the eyes of many people of the society. Some of them, realizing that it is the duty of every Christian to take care of the poor, converted themselves and asked pardon and brought food for the poor of Mother Mariam Theresia. There are many instances when childless couples were blessed with children after they approached Mother Mariam Theresia for prayers and blessings. The wound caused by the fall of altar rails on her leg during the blessing ceremony of the Sacred Heart Convent, Tumbur, on 10th May 1926 weakened her and made her sick. 8th June 1926, that day drew curtain to the 50-year-long blessed life of Mother Mariam Theresia, who lived for families with the fire in her heart and wings on her feet. Yet, the fragrance of her love continues to fill the church at Kerala and the Universal Church. The main ministry of Mother Mariam Theresia was for the families. Today, the CHF sisters continue to live their heritage which they received from their foundress, Mother Mariam Theresia. Thousands visit her tomb and ask for her intercession. These intercessory prayers do reach God and thousands are blessed. They repeatedly say, "We have a mother, Mother Mariam Theresia, the patroness of families." 2019, October 30, is a joyous day in the history of Indian Church. She has gifted one more saint to the Holy Church, Saint Mariam Theresia. As a little child itself, she had an intense desire to love God. This great soul, who loved to share the passion of Jesus, often thanked him for her sufferings. There was a time in the history where the women were not allowed to get out of the families. At that situations, Mariam Theresia went into their families, encouraged them, empowered them, and she often united broken families. This made her the patroness of the family. She had given rise to a congregation called Holy Family. She inspires us also to live for the brethren and for God. Let's ask the intercession of Saint Mariam Theresia to lead a holy life and take her as a role model. As Pope Francis canonizes these heroes of faith. Sister Mariam Theresia from India. എൻ്റെ ഹൃദയം മുഴുവൻ എൻ്റെ കർത്താവിന് ഞാൻ കൊടുത്തിരിക്കുന്നു. എൻ്റെ കർത്താവല്ലാതെ മറ്റൊന്നും ഈ ലോകത്തിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഇന്ന് വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെടുവാൻ പോകുന്ന വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെപ്പോലെ നമുക്കും ഈശോയോടുള്ള അതിയായ സ്നേഹത്തിൽ വളരുവാനായി പരിശ്രമിക്കുകയും അതിനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ വാക്കുകൾ പ്രാവർത്തികമാക്കി തനിക്ക് ചുറ്റുമുള്ള വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെപ്പോലെ നമുക്ക് ചുറ്റിനുമുള്ള സഹായം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് നമ്മളാലാകുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം. പഞ്ചക്ഷതധാരി നിന്നെ വണങ്ങുന്നു ഞങ്ങൾ. അമ്മേ മറിയം ത്രേസ്യേ പഞ്ചക്ഷതധാരി നിന്നെ വണങ്ങുന്നു ഞങ്ങൾ. ശതകോടി പുണ്യം നിറയുന്നു നിന്നിൽ ശ്രീയേശുനാഥന്റെ പ്രിയതോഴി നീ. അമ്മേ മറിയം ത്രേസ്യേ പഞ്ചക്ഷ
ശതധാരി നിന്നെ വണങ്ങുന്നു ഞങ്ങൾ. पोप फ्रांसिस आने वाले 13 अक्टूबर को मरियम थ्रेसिया को संत घोषित करेंगे. सिस्टर मरियम थ्रेसिया ने 50 साल के अपने छोटे से जीवन काल में ही मानवता की भलाई के लिए जो कार्य किए वो पूरी दुनिया के लिए एक मिसाल है. समाज सेवा और शिक्षा के क्षेत्र से उनका अद्भुत लगाव था. उन्होंने कई स्कूल, हॉस्टल और अनाथालय बनवाए और जीवन पर्यंत इस मिशन में लगी रही. सिस्टर थ्रेसिया ने जो भी कार्य किया उसे निष्ठा और लगन के साथ पूरे समर्पण भाव से पूरा किया. उन्होंने कांग्रीगेशन ऑफ द सिस्टर्स ऑफ द होली फैमिली की स्थापना की, जो आज भी उनके जीवन दर्शन और मिशन को आगे बढ़ा रहा है. मैं एक बार फिर से सिस्टर मरियम थ्रेसिया को श्रद्धांजलि अर्पित करता हूं और भारत के लोगों को, खास तौर पर हमारे ईसाई भाई बहनों को इस उपलब्धि के लिए बहुत बहुत बधाई देता हूं.